നമ്മൾ ആരെയെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആ ആളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. രാവിലെയും വൈകുന്നേരവും നമ്മൾ അവരെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും. ഒരാളെ, ഒരു വസ്തുവിനെ, ഒരു കാര്യത്തെ ഇഷ്ടപ്പെട്ടാൽ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവർ എപ്പോഴും ഫുട്ബോളിനെ കുറിച്ചായിരിക്കും പറയാ. പൈസ ഇഷ്ടമുള്ളവർ വെറും ബിസിനസിനെ കുറിച്ചായിരിക്കും പറയാ. വേറെ വല്ലതും ഇഷ്ടമുള്ളവർ അതായിരിക്കും പറയാ. എന്താണോ ഇഷ്ടം അതാണ് പറയാ. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ നാവ് അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നനയണമേ. നാവ് ഇങ്ങനെ നനയണം ദിക്ർ കൊണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. തസ്ബീഹുകൾ നാവിലൂടെ വരണം. സുബ്ഹാനല്ലാഹ് വരണം, അൽഹംദുലില്ലാഹ് വരണം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് വരണം. സ്വലാത്ത് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ബന്ധമാണ്. ഹബീബിന്റെ മെഹബൂബായ അല്ലാഹുവിനോടുള്ള ബന്ധം ബ്രിഡ്ജ് ചെയ്യുന്നത് അതാണ്. അതുകൊണ്ട് നാവ് ദിക്ർ കൊണ്ട് നനയണം, ഖുർആൻ കൊണ്ട് നനയണം, ദുആ വേണം. അല്ലാഹുവിലേക്ക് ജനങ്ങളെ അറിയിച്ചു കൊടുക്കണം. പടച്ചവനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. മക്കളോട്, വീട്ടുകാരോട് അല്ലാഹുവിനെ കുറിച്ചുള്ള വാക്കുകൾ വേണം.